آل محمد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذ تستغيثون ربكم فاستجاب لكم أني ممدكم بألف من الملائكة مردفين. ബഹുമാനരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അൽഹംദുലില്ലാഹ് നമ്മളിപ്പോ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ബദർ ശുഹദാക്കളുടെ അവർ അന്ത്യവിശ്രമം കൊള്ളുന്ന മക്ബറയുടെ മുന്നിലാണുള്ളത്. നമുക്കറിയാവുന്നതുപോലെ ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു തുല്യതയില്ലാത്ത വലിയൊരു യുദ്ധത്തിന് സാക്ഷ്യം വഹിച്ച പ്രദേശമാണ് ബദർ. ഒരു യുദ്ധത്തിന് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെടാതെ ഒരു കച്ചവട സംഘത്തെ നേരിടാൻ വേണ്ടി വന്ന ആളുകൾ ഒറ്റയടിക്ക് അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം യുദ്ധത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുകയായിരുന്നു. രണ്ട് പ്രാർത്ഥനകളാണ് ബദറിന്റെ സന്ദേശമായി നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. ഒന്നാമത്തെ പ്രാർത്ഥന അബൂജഹലിന്റെ പ്രാർത്ഥനയാണ്. അത് മക്കയിലെ കഅബയുടെ കില്ല പിടിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയാണ്. അള്ളാഹുവേ, രണ്ട് സംഘങ്ങളിൽ നിന്ന് ആരാണ് നിന്റെ പക്ഷത്തുള്ളത് എന്ന് നിനക്കറിയാം, അവരെ നീ സഹായിക്കണേ എന്നാണ് ആ ബദറിലേക്ക് പുറപ്പെടുമ്പോ അബൂജഹൽ കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചത്. ആ അബൂജഹൽ എത്തിയ ബദറിൽ പ്രവാചകൻ 300ഓളം വരുന്ന ആളുകളുമായിട്ട് ഒരുമിച്ച് കൂടി അള്ളാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചത് അബൂബക്കർ റളിയല്ലാഹു തആല വിശദീകരിക്കുന്നത് മുട്ടിൻകാലിൽ കുനിഞ്ഞിരുന്നു കൊണ്ട് കൈ ഉയർത്തിയിട്ട് തലയിലിട്ട തട്ടൻ താഴേക്ക് വീകുന്ന രീതിയിൽ വളരെ ആത്മാർത്ഥമായി കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന ഹദീസുകളിൽ നമുക്ക് വ്യക്തമാണ്. അള്ളാഹുവേ, ഈ ഒരു ചെറിയ സംഘത്തെ നീ ഇവിടെ വെച്ചും പരാജയപ്പെടുത്തിയാൽ നിന്നെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു സംഘം എന്നേക്കുമായി ഈ ഭൂമി ലോകത്ത് ഇല്ലാതെയായി പോകും. തമ്പുരാനെ, ഞങ്ങളെ സഹായിക്കണേ. രണ്ട് പ്രാർത്ഥനകൾ, അത് രണ്ടും അള്ളാഹുവിനോടാണ്. എന്താണ് അതിൽ വ്യത്യസ്തമുള്ളത്? ഒരു സംഘം പ്രാർത്ഥിക്കുന്നത് നിന്നെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു സംഘം എന്നാണ്. രണ്ടാമത്തെ സംഘം അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു, അള്ളാഹുവിനെ സഹായിക്കുന്നു, അള്ളാഹുവിന്റെ പേരിൽ ഹജ്ജ് നിർവഹിക്കുന്നു, അള്ളാഹുവിന്റെ കാബാലയം പരിരക്ഷിക്കുന്നു, ആ പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നു, എല്ലാം ചെയ്യുന്നു. അക്കൂട്ടത്തിൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരായ, അള്ളാഹുവിന്റെ പ്രവാചകന്മാരായ നല്ല മനുഷ്യരെയും പ്രവാചകന്മാരെയും ഇടയാളന്മാരാക്കി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നു, വമാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. ഞങ്ങൾ അവരെ ആരാധിക്കുന്നത് അള്ളാഹുവിലേക്ക് ഞങ്ങൾ അടുപ്പിക്കാൻ വേണ്ടി മാത്രമാണ് എന്ന വിശ്വാസത്തിലാണ് അവർ പ്രാർത്ഥിച്ചത്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സത്യനിഷേധികളായ, അഥവാ അള്ളാഹുവിനോടും അല്ലാത്തവരോടും വിളിച്ചു പ്രാർത്ഥിക്കുകയും അള്ളാഹുവിനോട് മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുകയും ചെയ്ത ആളുകൾ, അവർ തമ്മിലാണ് യുദ്ധം നടന്നിട്ടുള്ളത്. സത്യവും അനീതിയും ഏറ്റുമുട്ടിയപ്പോ ഇവിടെ ഉണ്ടായ അത്ഭുതകരമായ വിജയം നമുക്കറിയാം. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഞാൻ അള്ളാഹുവിന്റെ മലക്കുകളെ ഇറക്കിയിട്ടാണ്. ആ പ്രാർത്ഥനയെ കുറിച്ച് കൃത്യമായി ഖുർആൻ എടുത്തു പറഞ്ഞു. ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും. നിങ്ങൾ അള്ളാഹുവിനോട് വിളിച്ചു പ്രാർത്ഥിച്ച സമയത്ത് ഞാൻ ഉത്തരം നൽകിയിട്ടുണ്ട്. അന്നീ മുമിദ്ദുക്കും ബിഅൽഫി മിനൽ മലായികത്തി മുർദിഫീൻ. 1000 മലക്കുകളെ തുടരെയായിട്ട് ഇറക്കിയിട്ട് നിങ്ങളെ സഹായിക്കാമെന്ന് ഞാൻ വാഗ്ദത്തം നൽകുകയും സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റു ഘട്ടത്തിൽ പറഞ്ഞ് 3000 മലക്കുകൾ ഇറങ്ങിയെന്നും 5000 മലക്കുകളെ റെഡിയാക്കി വെച്ചു എന്നുമൊക്കെ ചരിത്രത്തിൽ നമുക്ക് പരിശുദ്ധ ഖുർആനിന്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഏതായിരുന്നാലും അള്ളാഹുവിന്റെ മലക്കുകൾ ഇറങ്ങുകയും ഈ 300 ചില്ലറ ആളുകളെ കൂടെ അള്ളാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി 950ഓളം വരുന്ന ശത്രുപക്ഷത്തെ നേരിടുകയും അതിൽ 14 ആളുകൾ ഇസ്ലാമിന്റെ പക്ഷത്തിൽ നിന്ന് മരണപ്പെടുകയും 70ഓളം ആളുകൾ ശത്രുപക്ഷത്തിൽ നിന്ന് മരണപ്പെടുകയും ചെയ്ത ഒരു സന്ദർഭത്തിന്, ഒരു യുദ്ധത്തിന് സാക്ഷ്യം വഹിച്ച പ്രദേശം. ആ പ്രദേശത്ത് വന്നു പോകുമ്പോ വിശ്വാസികളായ ആളുകൾക്ക് പറയാനും ചെയ്യാനുമുള്ളത്, ഏറ്റെടുക്കാനുള്ളത് ആ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി സ്വന്തം നാട്ടിലും കുടുംബത്തിലുമുള്ള സ്വന്തം സഹോദരങ്ങളായി കഴിയുന്ന ആളുകൾ അവര് അന്യനാട്ടിലേക്ക് ഹിജ്റ വന്നിട്ട് അവിടെ പോലും ജീവിക്കാൻ അനുവദിക്കാതെ യുദ്ധവുമായി കടന്നു വന്നപ്പോ അവരെ നേരിട്ട ആ ശുഹദാക്കളുടെ സന്ദേശമാണ്. അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു സംഘം ഇവിടെ നിലനിൽക്കണം എന്നുള്ളതാണ് അവരുടെ സന്ദേശം. അവിടെ മരണപ്പെട്ടുപോയ ആളുകളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആൻ പറയുന്നത്, അല്ലദീന ആമനു വഹാജറു വജാഹദു ഫീ സബീലില്ലാഹി ബിഅംവാലിഹിം വഅൻഫുസിഹിം. വിശ്വാസികളായ ആളുകൾ അവർ ഹിജ്റ പോയി, അത് മാത്രമല്ല അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തു. ബിഅംവാലിഹിം വഅൻഫുസിഹിം, അവരുടെ സ്വന്തം ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും. അഅ്ളമു ദറജത്തൻ ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ അവർ ഉന്നതമായ പദവിയിലാണ്. വഉലൈക ഹുമുൽ ഫായിസൂൻ, അവർ വിജയം വരിച്ചവരുമാണ്. അള്ളാഹു ബദരീങ്ങളെ കുറിച്ച്, ശ്രോതാക്കളെ കുറിച്ച് പറഞ്ഞതാണ്. അവർ വിജയം വരിച്ചവരാണ്. മാത്രമല്ല അവര് സന്തോഷവാന്മാരാണ്. യുബശ്ശിറുഹും റബ്ബുഹും ബിറഹ്മത്തിൻ മിൻഹു വരിദ്വാനും വജന്നാത്തിൻ ലഹും ഫീഹാ നഈമുൻ മുഖീം. ശാശ്വതമായ സ്വർഗ്ഗത്തിലാണ് അവരുള്ളത്.
അവരുടെ പിന്നെ വരുന്ന ആളുകളെ കുറിച്ച് അവർ സന്തോഷവാന്മാരാണ്. അപ്പൊ അവര് സുന്ദരമായ ലോകത്ത് കഴിയുമ്പോ അവരുടെ പാത പിൻപറ്റി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ബദറിൽ വന്നു പോകുമ്പോൾ നമുക്ക് പറയാനുള്ളത്. അവരോട് നമുക്ക് പറയാനുള്ള കടമ എന്താണ്? ഓരോ കബറാളികളുടെ അടുക്കൽ ചെല്ലുമ്പോഴും പ്രവാചകൻ പഠിപ്പിച്ചു, അസ്സലാമു അലൈക്കും യാ അഹ്ല ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ നസ്അലുല്ലാഹു ലനാ വലകുമുൽ ആഫിയ. ഇങ്ങനെയാണ് ബദർ ശുഹദാക്കളോട് നമ്മൾ സലാം പറയേണ്ടത്. ഒന്നുകൂടി മാറ്റം വരുത്തി പറയാം, അസ്സലാമു അലൈക്കും യാ ബദർ ശുഹദാ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ നസ്അലുല്ലാഹു ലനാ വലകുമുൽ ആഫിയ. അല്ലാഹുവിനോട് അവരുടെ പദവി ഉയരാനും അവരുടെ കൂടെ നമ്മളെ ഖൈറിലാക്കാനും വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾ മാത്രമാണ് ചെയ്യാനുള്ളത്. ഒരു കാരണവശാലും ബദറിൽ ഷഹീദായ ആളുകളോട് ഇടതേടുകയോ അവരോട് പ്രാർത്ഥിക്കുകയോ ചെയ്യുന്ന നിലപാട് ഒരിക്കലും ഖുർആനോ പ്രവാചകനോ ഈ ബദർ ശുഹദാക്കളോ അംഗീകരിക്കുന്നതല്ല. അതിനെതിരെയാണ് അവർ ഷഹീദായിട്ടുള്ളത് എന്നുള്ള ഒരു ഉത്തമ ബോധ്യമാണ് സമൂഹത്തിന്റെ മുമ്പിൽ നമുക്ക് പറയാനുള്ളത്. അള്ളാഹു അങ്ങനെയുള്ള സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത് മറ്റൊരു കാര്യം, ഇവിടെ മറവിട്ട് കിടക്കുന്ന സത്യനിഷേധികളായ ആളുകൾ, അതിൽ ഏറ്റവും പ്രധാനിയാണ് അബൂജഹൽ. അബൂജഹൽ മരണപ്പെട്ട് കിടക്കുമ്പോ അദ്ദേഹത്തിന്റെ ചേതനയറ്റ ശരീരം കണ്ടപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അമ്മാർ റളിയല്ലാഹു തആല എന്നെ തെരയുന്നുണ്ട്, അമ്മാർ നീ എവിടെയാണ്, കടന്നു വരൂ, നിന്റെ ഉമ്മയായ ഒന്നാമത്തെ ഷഹീദായ അമ്മാറിന്റെ ഉമ്മ സുമയ്യ ബീവി സുമയ്യ റളിയല്ലാഹു തആല അൻഹയെ ഘാതകനാണ് ആര്? ഈ അബൂജഹൽ. ആ അബൂജഹലിനെ ചൂണ്ടിക്കാണിച്ചിട്ട് അമ്മാറിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിന്റെ മാതാവിനെ നിഷ്ഠൂരം കൊല ചെയ്യപ്പെട്ട ഘാതകനിത ഇന്ന് നമ്മുടെ വിശ്വാസികളായ ആളുകളുടെ വാളിനിരയായിരിക്കുന്നു, ഇന്ന് നിനക്ക് സമാധാനിക്കാം. അമ്മാർ റളിയല്ലാഹു തആല അൻഹു ഒരുപാട് വർഷങ്ങളായിട്ട് 8 വർഷത്തിന്റെ മുമ്പാണ് അമ്മാർ റളിയല്ലാഹു തആല അൻഹുവിനെയും സുമയ്യ റളിയല്ലാഹു തആല അൻഹുവിനെയും ആ അബൂജഹൽ കിങ്കരന്മാർ കൂടിയിട്ട് നിഷ്ഠൂരമായി പീഡിപ്പിച്ച് ആദ്യത്തെ ഷഹീദ് എന്ന പദവി ആ സുമയ്യ റളിയല്ലാഹു